ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പരിശുദ്ധ റമളാനിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഖുർആനിൻ്റെയും തിരുവചനങ്ങളുടെയും വെളിച്ചത്തിൽ തന്നെ പഠിക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഖുർആനെക്കുറിച്ച് റമളാനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങൾ ധാരാളം ഉള്ളതായി. ഉദാഹരണത്തിന് റമളാനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന വിശേഷണങ്ങൾ ഖുർആനിലും സുന്നത്തിലും പരിശോധിച്ച് നോക്കിയാൽ റമളാൻ കാരുണ്യത്തിൻ്റെ മാസമാണ്, പാപമോചനത്തിൻ്റെ മാസമാണ് റമളാൻ, നരകമോചനത്തിൻ്റെ മാസമാണ് റമളാൻ, ലൈലത്തുൽ ഖദറിൻ്റെ മാസമാണ് റമളാൻ, എത്തിക്കാഫിൻ്റെ മാസമാണ് റമളാൻ, ഒരുപക്ഷെ ഖുർആൻ അവതരണം കൊണ്ട് അനുഗ്രഹീതമായ മാസമാണ് റമളാൻ, തൗബയുടെ മാസമാണ് റമളാൻ, സമത്വത്തിൻ്റെ മാസമാണ് റമളാൻ. ഇങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ ഒരുപക്ഷെ റമളാനിൻ്റെ ദിനരാത്രങ്ങളുടെ 30 എണ്ണത്തെക്കാൾ കൂടുതൽ റമളാനിൻ്റെ വിശേഷണങ്ങൾ തന്നെ കാണാൻ കഴിയും. എത്രത്തോളം ഒരു ഉംറ നിർവഹിച്ചാൽ റമളാനിലെ ഉംറത്തുൻ ഫി റമളാൻ തഅദിലു ഹജ്ജത്തൻ, ഹജ്ജിന് സമാനമാണ്, അല്ല പ്രവാചകൻ്റെ കൂടെ ഹജ്ജ് നിർവഹിച്ചതിന് സമാനമാണ് എന്ന് പറയുന്ന പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്ന ധാരാളം വിശേഷണങ്ങൾ നമുക്ക് റമളാനിൻ്റെ വിശേഷണങ്ങൾ ഖുർആനിലും സുന്നത്തിലും വന്നതായി പരിശോധിച്ച് നോക്കിയാൽ ധാരാളമായി നമുക്ക് കാണാൻ കഴിയും. ഈ ഓരോ വിശേഷണവും നമുക്ക് കർമ്മങ്ങൾ, അതിൻ്റെ ദിനരാത്രങ്ങൾ ഓരോ നിമിഷവും നമുക്ക് അനുകൂലമാക്കി തീർക്കാനും നമുക്ക് അതിലൂടെ അള്ളാഹുവിൻ്റെ പുണ്യം ധാരാളം നേടിയെടുക്കാനും മോചനത്തിലൂടെ അള്ളാഹുവിൻ്റെ കോപത്തിൽ നിന്ന്, നരകത്തിൽ നിന്ന് മുക്തമായി തീരാനും നമുക്ക് അതിലൂടെ സാധിക്കേണ്ടതുണ്ട്. ഇതുകൂടി ആയിരിക്കാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സന്ദർഭത്തിൽ മിമ്പറിൽ വെച്ച് 3 തവണ ആമീൻ പറഞ്ഞ കാര്യം എല്ലാം നമുക്ക് പ്രസംഗങ്ങളിൽ ധാരാളം കേൾക്കാറുണ്ട്. ആ 3 തവണയിൽ ഒന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആമീൻ, അത് റമളാൻ ഒരാളിലേക്ക് കടന്നു വരികയും അത് അദ്ദേഹത്തിൻ്റെ പാപമോചനത്തിന് കാരണമാവുകയും ചെയ്യുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് അകറ്റപ്പെടുകയും നരകവാസിയായിത്തീരുകയും ചെയ്യട്ടെ എന്ന് മലക്കുകളിൽ ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിക്കുകയും ജിബ്രീൽ അലൈഹിസ്സലാം ആമീൻ പറയാൻ പറഞ്ഞതിൻ്റെ കാരണത്താൽ അല്ലെങ്കിൽ അത് ശിരസ വഹിച്ചുകൊണ്ട് സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറയുകയും ചെയ്തെങ്കിൽ ഈ റമളാനിൻ്റെ എല്ലാ പുണ്യങ്ങളും നമുക്ക് അനുകൂലമാക്കി തീർക്കാൻ, അത് നമുക്ക് അനുകൂലമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ സാക്ഷി പറയും എന്ന് ഉറപ്പുവരുത്താൻ കൂടി റമളാനോട് വിട പറയുന്നതിന് മുമ്പായി, അല്ലെങ്കിൽ റമളാനിനെ സ്വീകരിക്കാൻ തയ്യാറാകുന്ന സമയത്ത് തന്നെ നാം മുന്നൊരുക്കത്തോടു കൂടി സജ്ജമാവേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.